ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഫ്രോം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഫ്രോം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 1 ക്ലാസ് ഞാൻ ചെയ്തിരുന്നു. സോ അത് നിങ്ങളെല്ലാവരും കണ്ടുവരുന്നു, അതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, പ്രയോജനപ്പെട്ടു എന്നറിയുന്നതിൽ സന്തോഷം. അപ്പോൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഫ്രോം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 2. Which part of the Indian Constitution contains emergency provisions? Which part of the Indian Constitution contains the emergency provisions? അപ്പോൾ നമുക്കറിയാവുന്നതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ പാർട്സും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പാർട്സ് എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു കാര്യം കൂടി, അല്ലെ അതിൻ്റെ ട്രിക്ക് കൂടി പറഞ്ഞിരുന്നു, അതിൻ്റെ ഒരു കോഡ് പറഞ്ഞിരുന്നു. സാധാരണ യൂസ് ചെയ്യുന്ന പോലെ കോഡല്ല, ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ ഏതാണോ പാർട്ട്, ആ പാർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന സെൻറ്റൻസുകളെ ലിങ്ക് ചെയ്താണ് പഠിച്ചത്. അതുകൊണ്ട് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടെന്നും പഠിച്ചു. അപ്പോൾ എമർജൻസി പ്രൊവിഷൻസ് പറയുന്നത് ഏതിലാണ്? 18ാമത്തെ പാർട്ടിലാണ്, പാർട്ട് 18ലാണ് കേട്ടോ. അപ്പോൾ ആദ്യം കോൺസ്റ്റിറ്റ്യൂഷനിലെ 22 പാർട്ടുകളാണ് ഉണ്ടായിരുന്നത്, അല്ലേ? ഒറിജിനലി ഉണ്ടാക്കിയപ്പോൾ 22 പാർട്ടുകളായിരുന്നു. പിന്നീട് ഇപ്പോൾ എത്രയുണ്ട്? 25 പാർട്ടുകളാണ് ഇപ്പോൾ ഉള്ളത്. വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് ദ എമർജൻസി പ്രൊവിഷൻ? അത് ഏത് പാർട്ടാണ്? 18 ആണ്, ആ പാർട്ട് 18. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് അമെൻമെൻറ്റ് ഡിക്ലെയേഴ്സ് ഡൽഹി ആസ് ദ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഇന്ത്യ? വിച്ച് അമെൻമെൻറ്റ് ഡിക്ലെയേഴ്സ് ഡൽഹി ആസ് ദ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഇന്ത്യ? അപ്പോൾ ഡൽഹിയെ ഇന്ത്യയുടെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആയിട്ട്, NCT, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? വിച്ച് അമെൻമെൻറ്റ് ഡിക്ലെയേഴ്സ് ഡൽഹി ആസ് ദ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഇന്ത്യ? അപ്പോൾ ഇതും ഒരുപാട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, ഏത് അമെൻമെൻ്റ് ആണ്? 69th അമെൻമെൻറ്റ് പ്രകാരമാണ് കേട്ടോ. അതായത് ഡൽഹിയെ നമ്മുടെ ക്യാപിറ്റൽ ടെറിട്ടറി, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഡൽഹിയും യൂണിയൻ ടെറിട്ടറിയിൽ ഒന്നാണല്ലേ. അപ്പോൾ യൂണിയൻ ടെറിട്ടറിയിൽ ഡൽഹി മാത്രം എന്താണ്? നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി എന്നറിയപ്പെടുന്നു. ഓക്കെ, അടുത്തത് വിച്ച് ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് ഫിനാൻസ് കമ്മീഷൻ? ഫിനാൻസ് കമ്മീഷനുമായിട്ട് ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? അതേതാണ് വരുന്നത്? ആർട്ടിക്കിൾ 280, ആർട്ടിക്കിൾ 280 ആണ്. ദ ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് ഫിനാൻസ് കമ്മീഷൻ, ആർട്ടിക്കിൾ 280. അടുത്ത ചോദ്യം, ആർട്ടിക്കിൾ 214 to 231 ഡീൽസ് വിത്ത്? ആർട്ടിക്കിൾ 214 മുതൽ 231 വരെ അതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 214 to 231 ഡീൽസ് വിത്ത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൈക്കോർട്ട്. ആർട്ടിക്കിൾ 214 to 231 ഡീൽസ് വിത്ത് ഹൈക്കോർട്ട്. ഓക്കെ, അടുത്തത് ആർട്ടിക്കിൾ 148. ആർട്ടിക്കിൾ 148 പ്രൊവൈഡ്സ്. ആർട്ടിക്കിൾ 148 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 148 an independent office of CAG, കേട്ടോ. ആർട്ടിക്കിൾ 148 പ്രൊവൈഡ്സ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഓഫീസ് ഓഫ് CAG. എന്താണ് CAG എന്ന് പറയുന്നത്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഓഡിറ്റിൻ്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ, കംട്രോളർ എന്നാണ് കേട്ടോ, കംട്രോളർ. ഓക്കെ, എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ ഇംപീച്ച്മെൻറ്റ് ഓഫ് ദ പ്രസിഡൻറ്റ്? ഏത് ആർട്ടിക്കിളാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ആർട്ടിക്കിളാണ് ഇംപീച്ച്മെൻറ്റ് ഓഫ് ദ പ്രസിഡൻറ്റിന് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്? ആർട്ടിക്കിൾ 61 ആണ്, അല്ലേ? ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അതൊക്കെ പാർട്ട് 5 പെടുന്നതാണ് കേട്ടോ. പാർട്ട് 5 പെടുന്നതാണ് ഈ ആർട്ടിക്കിൾ 61 ഒക്കെ. ആർട്ടിക്കിൾ 61, വിച്ച് ആർട്ടിക്കിൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഇംപീച്ച്മെൻറ്റ് ഓഫ് ദ പ്രസിഡന്റ്? ഈ 61 എന്ന് തന്നെ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അത് 61 എന്ന് പറയുന്നത് 61st അമെൻമെൻറ്റ്. അപ്പോൾ അമെൻമെൻറ്റുകളുടെ ഒരു ക്ലാസ് ഞാൻ ചെയ്തിരുന്നു, പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകൾ എങ്ങനെ പഠിക്കാം എളുപ്പത്തിൽ നിന്ന്. അപ്പോൾ 61st അമെൻമെൻറ്റ് എന്തായിരുന്നു? വോട്ടിംഗ് പ്രായം 18ലേക്ക് കുറച്ചതാണ്. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18ലേക്ക് കുറച്ചത് ഏതായിരുന്നു? 61st അമെൻമെൻറ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് ഓർത്തു വയ്ക്കുക. ഈ 61 എന്ന് പറയുന്ന നമ്പർ കണ്ടപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ.
Which schedule of the Constitution was added by the first amendment of the Constitution? ഏത് ഷെഡ്യൂളാണ് ഫസ്റ്റ് അമെൻമെൻറ്റ് പ്രകാരം അത് ആഡ് ചെയ്യപ്പെട്ടത്? വിച്ച് ഷെഡ്യൂൾ, ഏത് ഷെഡ്യൂളാണ് ഫസ്റ്റ് അമെൻമെൻറ്റ് പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത്? ഏതാണെന്ന് പറയുക. ഓക്കെ, അതേതാണ്? 9th ഷെഡ്യൂൾ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അമെൻമെൻറ്റിൽ ആദ്യമായിട്ട് വന്നപ്പോൾ അമെൻമെൻറ്റുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം പഠിക്കുക. അമെൻമെൻറ്റുകൾ പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ അതിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. അതുപോലെ തന്നെ ഏത് ഷെഡ്യൂളാണ് ഫസ്റ്റ് അമെൻമെൻറ്റിൽ ആഡ് ചെയ്യപ്പെട്ടത്? 9th ഷെഡ്യൂളാണ് കേട്ടോ. അടുത്തത് പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, അന്തർദേശീയ സമാധാനവും സുരക്ഷയും അതിന് വേണ്ടിയിട്ടുള്ളത്, അതിന് ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51. ആർട്ടിക്കിൾ 51 ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ഓക്കെ. Indian Parliament passed the Untouchability Offences Act in the year. ഇന്ത്യൻ പാർലമെൻറ്റ് അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് അതെന്നാണ് പാസ്സാക്കിയത്? അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് പാസ്സാക്കിയത് എന്നാണ്? 1955 കേട്ടോ. അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് പാസ്സാക്കിയത് എന്നാണ്? 1955. Under which article of the Constitution a citizen can approach the High Court if he has been denied the fundamental rights? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഒരു പൗരന് സ്വന്തം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നിഷേധിക്കപ്പെട്ടാൽ ഹൈക്കോടതിയെ സമീപിക്കാനാവുക? അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ which article of the Constitution a citizen can approach the High Court if he has been denied his fundamental rights? ആർട്ടിക്കിൾ 226 ആണ്. ആർട്ടിക്കിൾ 226 പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് ഒരു പൗരന് സ്വന്തം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് ഹൈക്കോടതിയെ സമീപിക്കാൻ സാധിക്കുന്നത് കേട്ടോ. The amendment that made the right to free and compulsory education is a fundamental right. ഓക്കെ, ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കി മാറ്റിയത്? ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ് എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട്, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കി മാറ്റിയത്? ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ്? 86th അമെൻമെൻറ്റ് പ്രകാരമാണ് കേട്ടോ. 86th അമെൻമെൻ്റ് ആണ്. അടുത്തത് the number of members from Rajya Sabha to the Public Accounts Committee. The number of members from Rajya Sabha to the Public Accounts Committee. എത്ര പേരാണ് രാജ്യസഭയിൽ നിന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലേക്ക് ഉള്ളത്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. അപ്പോൾ 7 പേരാണ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഫ്രം രാജ്യസഭ ടു ദ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് PAC എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ പാർലമെൻറ്റിന് പ്രധാനമായിട്ടും 3 കമ്മിറ്റികളാണുള്ളത്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ അടുത്ത ക്ലാസ് മുതൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ. പാർലമെൻറ്റിന് 3 കമ്മിറ്റികളാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇതങ്ങ് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. ഒന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്, അടുത്തത് വരുന്നത് എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ് അടുത്തത്, അടുത്തത് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. ഓക്കെ, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. ഇങ്ങനെ 3 കാര്യങ്ങളാണുള്ളത് കേട്ടോ. പബ്ലിക് അണ്ടർടേക്കിംഗ്. ഓക്കെ, അപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്, ഇങ്ങനെ പ്രധാനപ്പെട്ട 3 ധനകാര്യ കമ്മിറ്റികളാണ് പാർലമെൻറ്റിൻ്റെ കീഴിലുള്ളത്. പ്രധാന ധനകാര്യ കമ്മിറ്റികൾ. ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് അല്ലേ? അതിൽ 7 പേരാണ് രാജ്യസഭയിൽ നിന്നുള്ളത്. ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഫോം ചെയ്ത ഇയർ ഒന്ന് ഓർത്തോളൂ, 1921. 1921 രൂപീകരിച്ചത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത്? അതായത് ഇപ്പം പൊതുമുതലിൻ്റെയൊക്കെ ദുർവിനിയോഗം തടയുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ പൊതുമുതലിൻ്റെ ദുർവിനിയോഗം തടയുന്നതിന് വേണ്ടിയിട്ടാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മറ്റൊരു പേരാണ് പോസ്റ്റ്മോർട്ടം കമ്മിറ്റി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഏതാണ്? പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്ന ഏതാണ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. ഓക്കെ, ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗസംഖ്യ
മൊത്തം അംഗസംഖ്യ എത്രയാണെന്നാണ് കേട്ടോ പറയുന്നത്. അതായത് 22 പേരാണ് ടോട്ടൽ. അതിൽ ഇപ്പോൾ 22 പേരിൽ 7 പേര് രാജ്യസഭയിൽ നിന്നാണ്. അപ്പോൾ ലോകസഭാ അംഗങ്ങൾ എത്ര പേരാണ്? 15 പേര്. അപ്പോൾ 15 പേര് ലോകസഭയിൽ നിന്നും 7 പേര് രാജ്യസഭയിൽ നിന്നുമാണ്. 15 പേര് ലോകസഭയിൽ നിന്നും 7 പേര് രാജ്യസഭയിൽ നിന്നുമാണ് വരുന്നത്. അപ്പോൾ പോസ്റ്റ്മോർട്ടം കമ്മിറ്റിയിൽ നിന്നും ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് പേരുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഞാൻ റൈറ്റ് ചെയ്യുന്ന ഈ പെന്നിൻ്റെ കളറ് ഒന്ന് മാറ്റാം. കുറച്ചും കൂടി നിങ്ങൾക്ക് കാണാൻ സുഖമായിട്ടുള്ളത് യെല്ലോ കളർ ആയിരിക്കും തോന്നുന്നു. ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. റെഡ് ആണോ യെല്ലോ ആണോ ബെറ്റർ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സജഷൻസ് അറിയുമ്പോൾ അത് ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും. ദ ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ടു ഇംപ്ലിമെൻറ്റ് പഞ്ചായത്ത് രാജ്. ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? ഓക്കെ, ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് ആദ്യമായിട്ട് കൊണ്ടുവന്ന സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിലാണ് ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് കൊണ്ടുവന്നത്. പഞ്ചായത്ത് രാജ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം, പഞ്ചായത്ത് രാജിനെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ പഞ്ചായത്തി രാജ് എന്ന പദം, പഞ്ചായത്തി രാജ് എന്നാണ് പറയുന്നത്, അത് ആദ്യമായിട്ട് ആ പദം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? അത് ശ്രീ ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന ആ ഒരു പദം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ഈ പഞ്ചായത്തി രാജിന് ഭരണഘടന സാധുത നൽകിയ ഭേദഗതി, ഭരണഘടനാ സാധുത നൽകിയത്, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള അധികാരം നൽകിയത് അല്ലെങ്കിൽ അംഗീകാരം നൽകിയത് ഏതാണ്? 73rd ആണ് കേട്ടോ. 73ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 73ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത അതിനുള്ള അംഗീകാരം കൊടുത്തത്. ഓക്കെ, അപ്പോൾ 1992 കേട്ടോ ഈ 73rd ഭേദഗതി അല്ലെങ്കിൽ അമെൻമെൻറ്റ്. ഇനി ഒരു കാര്യം കൂടി ഇവിടെ ഓർത്തോളൂ, അമെൻമെൻറ്റ് പഠിച്ചു. ഇനി ഈ പഞ്ചായത്തുകളുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ഏത് ആർട്ടിക്കിളാണ് ഈ പഞ്ചായത്തിൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആർട്ടിക്കിൾ 40 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 40 ആണ്. ഈ ആർട്ടിക്കിൾ 40 എന്ന് പറയുന്നത് പാർട്ട് 4 ആണ്. പാർട്ട് 4ൽ പെടുന്നതാണ് ആർട്ടിക്കിൾ 40 എന്ന് പറയുന്നത്. ഇനി പഞ്ചായത്തി രാജ് ആദ്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത സ്റ്റേറ്റ്, ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആന്ധ്രാപ്രദേശ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് ആന്ധ്രാപ്രദേശ് വന്നത്. പക്ഷേ ആദ്യമായിട്ട് നിലവിൽ വന്ന സ്റ്റേറ്റ്, ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജസ്ഥാനാണ് കേട്ടോ. ഓക്കെ, രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ നാഗൂർ എന്നൊരു ജില്ലയിലാണ് ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് വന്നത്. ഇനി ഈ പഞ്ചായത്തി രാജ് എന്ന് പറഞ്ഞ സംഭവം ഉദ്ഘാടനം ചെയ്തത്, ഇനാഗുറേറ്റ് ചെയ്തത് 1959 1959 ഒക്ടോബർ 2-ാം തീയതിയാണ് ഈ പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ശ്രീ ജവഹർലാൽ നെഹ്റു ആണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, ഇനി രണ്ടാമത് നിലവിൽ വന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് കേട്ടോ. ആന്ധ്രാപ്രദേശ് സെക്കൻഡ് ആണ് മൊത്തത്തിൽ നോക്കുമ്പോൾ. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ആണ് കേട്ടോ. അത് 1959 തന്നെയാണ് നിലവിൽ വന്നത് അവിടെ. ഇനി ഒരു കാര്യം ഇതിനെപ്പറ്റി പറയാനുള്ളത്, ഈ ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞല്ലോ, അതായത് പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധ്യത കൊടുത്ത 73ാമത്തെ ഭരണഘടനാ ഭേദഗതി പറഞ്ഞല്ലോ, അത് ആക്ച്വലി ലോകസഭയിൽ അത് അവതരിപ്പിച്ചത് 91-ലാണ്, പാസ്സാക്കിയത് 92 ഡിസംബർ 22-നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് ലോകസഭയിൽ പാസ്സാക്കിയത് ഡിസംബർ 22-നും രാജ്യസഭയിൽ 23-നും ഡിസംബർ 23-നും പാസ്സാക്കി. ഇനി നിലവിൽ വന്നത് അതാണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടി വരിക. അപ്പോൾ ഈ 73rd അമെൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഇയർ 1992 പഠിച്ചു വയ്ക്കും. പക്ഷേ പഞ്ചായത്തി രാജ് കെയിം ഇൻ ടു ഫോഴ്സ്, കെയിം ഇൻ ഫോഴ്സ് എന്ന് പറയുന്നത് 1993-ലാണ്. 1993 ഏപ്രിൽ 24-നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഏപ്രിൽ 4-ലാണ് ഏപ്രിൽ 24-നാണ് ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് നിയമമായിട്ട് നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നിലവിൽ വന്നത് എന്നാണ് 1993 ഏപ്രിൽ 24-ലാണ് നിലവിൽ വന്നത്. 92-ൽ അതൊക്കെ പാസ്സാക്കുകയൊക്കെ ചെയ്യുണ്ടായി. നിലവിൽ വന്നത് അപ്പോഴാണ് കേട്ടോ. പിന്നെ ഈ 73ാം ഭേദഗതിയുടെ ഒരു കാര്യം കൂടി പറയാം. ഈ പാർട്ട് 9
പാർട്ട് 9 കൂട്ടിച്ചേർക്കുകയുണ്ടായി. പാർട്ട് 9A വരുന്നു അല്ലേ. പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമുണ്ട്. അത് ഏപ്രിൽ 24 കേട്ടോ. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഓർത്തു വയ്ക്കുക. പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 24. അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തിക്കോട്ടെ. പഞ്ചായത്ത് രാജിനെ പറ്റിയിട്ട് ഒരു കാര്യം കൂടി പറയാം. അതായത് പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത ചില സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെ തന്നിട്ട് ചോദിക്കും ഇതിൽ ഏതിലാണ് പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്തത്. അപ്പോൾ നമ്മുടെ ജമ്മു കാശ്മീരിൽ ജമ്മു കാശ്മീരിൽ അത് നിയമം ബാധകമല്ല. അതുപോലെ നാഗാലാൻഡിൽ ഈ ഒരു നിയമം ബാധകമല്ല. പിന്നെ മേഘാലയയിലും അതുപോലെ തന്നെ മിസോറാം. ഇങ്ങനെ 4 ഈ പഞ്ചായത്തി രാജ് നിയമം ആ റൂള് ബാധകമല്ല. പഞ്ചായത്തി രാജ് ആക്ട് ബാധകമല്ലാത്ത സ്ഥലങ്ങളാണ് ഏതൊക്കെ? ജമ്മു ആൻഡ് കാശ്മീർ, നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. അപ്പം അത്രയും കൂടി ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഈ പഞ്ചായത്തി രാജിന്റെ പിതാവ് ആരാണെന്നും കൂടി ചോദിക്കും. അപ്പോൾ പഞ്ചായത്തി രാജ് എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് നെഹ്റു ആണ്. അത് ഉദ്ഘാടനം ചെയ്തതും നെഹ്റു ആണ്. ആ പദമൊക്കെ ആദ്യമായിട്ട് ഉപയോഗിച്ചത് നെഹ്റു ആണ്. പക്ഷേ പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ് കേട്ടോ. ബൽവന്ത് റായ് മേത്തയാണ് മേത്തയാണ് പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. പക്ഷെ ഞാൻ അത്രയും ഇതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. The item communication is listed in which list? Communication is listed in which list? Union list. Union ലിസ്റ്റിലാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ കൺകറൻറ്റ് ലിസ്റ്റ്, അങ്ങനെ 3 ടൈപ്പ് ലിസ്റ്റുകളുണ്ടെന്നും ആ ലിസ്റ്റുകളിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നതെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ലാത്തത്. അപ്പോൾ പ്രധാനമായിട്ട് ഓർക്കുക, ഐറ്റം കമ്മ്യൂണിക്കേഷൻ ഈസ് ലിസ്റ്റഡ് ഇൻ ഏതിലാണ്? യൂണിയൻ ലിസ്റ്റിലാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ളത് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഏത് ലിസ്റ്റിലാണ് പെടുന്നത്? ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൺകറൻറ്റ് ലിസ്റ്റിലാണ് പെടുന്നത് കേട്ടോ. കൺകറൻറ്റ് ലിസ്റ്റിലാണ് ഫോറസ്റ്റ് പെടുന്നത്. അപ്പോൾ അത് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് പെടുന്നത് ഏതിലാണ്? കൺകറൻറ്റ് ലിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് അതിൽ കമ്മ്യൂണിക്കേഷൻ വരും, അതിലൂടെ ഡിഫെൻസ്, ജസ്റ്റ് ഒന്ന് പറയാം. ഡിഫെൻസ് അഥവാ പ്രതിരോധം വരും. അതുപോലെ തന്നെ ഫോറിൻ അഫയേഴ്സ് എന്ന് പറയുമ്പോൾ വിദേശകാര്യം വരും. പിന്നെ റെയിൽവേ വരുന്നുണ്ട്. പിന്നെ പോസ്റ്റൽ അത് വരുന്നുണ്ട്. ടെലിഗ്രാഫ്, ടെലിഗ്രാഫ്. പിന്നെ LIC പോലത്തെയുള്ള ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇൻഷുറൻസ്. പിന്നെ വരുന്നത് ലോട്ടറി, സെൻസസ്, പിന്നെ ബാങ്കിങ്, അതുപോലെ ഇൻഷുറൻസ് രണ്ടും വരുന്നത് ഒരുമിച്ച് നോക്കുക. പിന്നെ കോർപ്പറേഷൻ ടാക്സ്, പിന്നെ സിറ്റിസൺഷിപ്പ്, പിന്നെ UPSC, CBI, അതൊക്കെ വരുന്നത് ഈ ഒരു കമ്മ്യൂണിക്കേഷനും അതെല്ലാം വരുന്നത് എന്തിൻ്റെ ഉള്ളിലാണ് വരുന്നത്? യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത് കേട്ടോ. പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഇപ്പോൾ ഇവിടെ ഡിഫെൻസ് എന്ന് പറഞ്ഞല്ലോ, അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് പോലീസ്. ഇത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് കേട്ടോ. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് ഒന്ന് പോലീസ്, പിന്നെ വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത് അങ്ങനെയുള്ളതൊക്കെ വരുന്ന തദ്ദേശ സ്വയംഭരണം. പിന്നെ ഹെൽത്ത്, ഇപ്പോൾ പബ്ലിക് ഹെൽത്ത് എന്ന് പൊതുജന ആരോഗ്യം. പിന്നെ കൃഷി, അഗ്രികൾച്ചർ, അതുപോലെ ഫിഷറീസ്. ഞാനെല്ലാം എഴുതുന്നില്ല, പറഞ്ഞു വരാം. പിന്നെ വരുന്നത് പഞ്ചായത്തി രാജ്, അതൊക്കെ വരുന്നത് ഏതിലാണ്? സ്റ്റേറ്റിനകത്താണ് കേട്ടോ. ജയിൽ, മദ്യം, അതുപോലെ കാർഷിക വരുമാന നികുതി. ഇവിടെ കോർപ്പറേഷൻ നികുതി എന്ന് പറഞ്ഞാൽ കാർഷിക വരുമാന നികുതിയൊക്കെ വരുന്നത് സ്റ്റേറ്റിലാണ്. ഇനി കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നത് ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞു, വനം, ഫോറസ്റ്റ് വരും. അതുപോലെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം വരും. വൈദ്യുതി, പിന്നെ വന്യമൃഗങ്ങൾ, ഫോറസ്റ്റ് വരും. അപ്പോൾ വന്യമൃഗങ്ങൾ, പക്ഷികൾ, അവയുടെയൊക്കെ സംരക്ഷണം വരും.
പിന്നെ വില നിയന്ത്രണം, പ്രൈസ് കൺട്രോള്, ജനസംഖ്യാ നിയന്ത്രണം, കുടുംബാസൂത്രണം, ഭാരം, അളവുകൾ, പിന്നെ ക്രിമിനൽ നിയമം, അതുപോലെ ട്രേഡ് യൂണിയൻ, സാമ്പത്തിക ശാസ്ത്രം, സാമൂഹിക സോഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ സാമൂഹിക ആസൂത്രണം, അതൊക്കെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ലിസ്റ്റുകൾ വരിക. അപ്പോൾ അതിനെപ്പറ്റി വേറെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് റിലേറ്റഡ് ഫാക്ട്സ് കൂടുതൽ പറയാൻ ശ്രമിക്കാം. അപ്പോൾ ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ കൂടി 15ാമത്തെ ക്വസ്റ്റ്യനും കൂടി പറയാനുള്ളത് കൊണ്ട് ഞാൻ അടുത്തയിലേക്ക് പോവുകയാണ്. Which constitutional amendment is known as mini constitution? ഏത് amendment ആണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്? ഏത് amendment ആണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്? 42nd 42ാമത്തെ amendment ആണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഇനി എന്നാണ് ഈ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത്? 1976 കേട്ടോ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത്. അതുപോലെ ഈ ഒരു 42ാമത്തെ ഈ ഭേദഗതി അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് കേട്ടോ. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി പദത്തിലിരിക്കുമ്പോൾ ആ സമയത്തൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ആ സമയത്താണ് ഈ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വരുന്നത്. അതുപോലെ ഇതിനു വേണ്ടിയിട്ട് ശുപാർശ ചെയ്ത ഒരു കമ്മിറ്റിയുണ്ട്. ഓക്കെ, റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി എന്ന് പറയുന്നത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് കേട്ടോ. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഇത് റെക്കമെൻഡ് ചെയ്തത്. കൂടാതെ ഈ ഭരണഘടനയുടെ ആമുഖം, അതായത് പ്രീ ആമ്പിൾ മോഡിഫൈ ചെയ്ത ഏതാണ് അമെൻമെൻറ്റ് അങ്ങനെ ചോദിക്കാറുണ്ട്. ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രീ ആമ്പിൾ മോഡിഫൈ ചെയ്ത് 42ാമത്തെ അമെൻമെൻ്റ് ആണ്. പിന്നെ അതായത് ആമുഖത്തിൽ ഇപ്പം സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി എന്നീ വാക്കുകളും കൂടി ചേർക്കുകയാണ് ഉണ്ടായത്. പിന്നെ വേറൊരു അഡീഷണൽ വന്നത് പാർട്ട് 4A ആഡ് ചെയ്തു. അതിൽ 10 മൗലിക ചുമതലകൾ, കർത്തവ്യങ്ങൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തു 10 എണ്ണം. അപ്പോൾ അതാണ് ഒരു മാറ്റം വന്നത്. പിന്നെ ഒരു മാറ്റം വന്നത് ലോകസഭ, അതുപോലെ ലോകസഭ, അതുപോലെ സംസ്ഥാന നിയമനിർമ്മാണ സഭ, ട്രിബ്യൂണൽ. അപ്പോൾ അതിൻ്റെയൊക്കെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമായിരുന്നു ലോകസഭയുടെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അമെൻമെൻറ്റ് പ്രകാരം 5 വർഷത്തിൽ നിന്ന് 6 വർഷമായിട്ട് അത് ഉയർത്തി. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പറ്റി പറയുന്ന ഒരു പാർട്ട്, അതായത് പാർട്ട് 14A അത് അഡീഷണലായിട്ട് കൂട്ടിച്ചേർത്തു. പിന്നെ ഇന്ത്യയിൽ ഏത് ഭാഗത്തും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് കൊടുത്തു. അത് ഈ 42nd അമെൻമെൻറ്റ് പ്രകാരമാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ലിസ്റ്റിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നുള്ള ഒരു 5 വിഷയങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അതായത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് നടത്തിയത്. അപ്പോൾ അതങ്ങനെ മാറ്റിയത് അപ്പോൾ അത് സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു അത് കടന്നത്. പക്ഷേ അത് ഏതിലേക്കൊക്കെ മാറ്റി? കൺകറൻറ്റിലേക്ക് മാറ്റി. ഒന്ന് വിദ്യാഭ്യാസമാണ്, രണ്ടാമത്തേത് ഫോറസ്റ്റ് അല്ലെങ്കിൽ വനം. ഓക്കെ, പിന്നെ അടുത്തത് അളവ്, തൂക്കം, അത് മെഷർമെൻറ്റുകൾ, പിന്നെ വന്യജീവികൾ, വനം വരുമ്പോൾ വന്യജീവിയും പക്ഷികളുടെയും സംരക്ഷണം, നീതിന്യായ ഭരണം, അങ്ങനെ 5 കാര്യങ്ങളാണ് മാറ്റിയത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. നിങ്ങൾക്ക് ഈ ലെസൺ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തുടർച്ചയായിട്ട് ഫോളോ ചെയ്യാനായിട്ട് മൈ നോട്ട്ബുക്കിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ മൈ നോട്ട്ബുക്കിൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്ലോഗ് സന്ദർശിക്കാം, www.bibimohanan.com. നിങ്ങൾക്ക് അവിടെ സ്റ്റഡി മെറ്റീരിയൽസൊക്കെ ലഭ്യമാണ്, ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം അവിടെ. അപ്പോൾ ഈ ഒരു ചാനലിന് തന്നെ എല്ലാ സപ്പോർട്ടും എൻ്റെ ബ്ലോഗിനും തരിക. താങ്ക് യു സോ മച്ച്.